ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ജാസ്മിൻ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള സ്റ്റെം എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോമറിൻ ഷീറ്റ് തന്നെയാണ്, ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. 0.8 ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് സ്റ്റെമ്മാക്കി മാറ്റുക നോക്കാം. നമുക്കതിനെ ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ, അതായത് 1/2 സെൻറ്റിമീറ്റർ വിട്ട് ഇടുക. അതിന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 1/2 സെൻറ്റിമീറ്ററിൽ ഇതിനെങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതാണ് നമുക്ക് എളുപ്പം. നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്യുന്നതിന് ഭേദം നമ്മളൊരു 1/2 സെൻറ്റിമീറ്റർ ഇതുപോലെ വിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇടയിലിടയിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ടൂത്ത് പിക്ക് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മളൊരു പേപ്പർ കട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, കത്രികയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു മാർക്കിങ്ങിലൂടെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ആ സ്കെയിലൊന്ന് അതിൻ്റെ അരികിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ആദ്യമേ ഇതുപോലത്തെ പീസുകൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്ക് ചെയ്ത് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഏകദേശം മനസ്സിലാവും 1/2 സെൻറ്റിമീറ്ററൊക്കെ എത്ര വരും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഈ ഒരു ഷീറ്റിന് എങ്ങനെ പീസാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്കിതിനെ ഒട്ടിച്ച് സ്റ്റെമ്മായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ജാസ്മിൻ ഫ്ലവറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ സ്റ്റെമ്മ് മേക്ക് ചെയ്യാൻ പഠിക്കാതെ നമ്മൾ ഇത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെം മേക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഫ്ലവറിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് നോക്കിയിട്ട് ഓരോ പീസിലേക്ക് കട്ട് ചെയ്തെടുക്കാം. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കുറച്ചൊന്ന് കുറയും. 2 1.5 അത്ര എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഗ്യാപ്പിലൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യാം. അതായത് ഒരു ഫ്ലവറിലേക്ക് വേണ്ട സ്റ്റെമ്മിനെ ഇങ്ങനെ സിംഗിൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റെം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാതെ ഒറ്റ ഒരു പീസിന് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് നമ്മളിതാ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരുപാട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യരുത്. അതുപോലെ ഗ്ലൂ ഗൺ അതിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചൂടാണ്, അത് പെട്ടെന്ന് അത് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പരന്നിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റെമ്മ് കിട്ടുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഒട്ടിക്കിട്ടും. ഇനി ഇത് ചതുരനല്ലാതെ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ ഗണ്ണൊന്ന് ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് ഗ്ലൂ വരുതരുത് കേട്ടോ. അതിന് പതുക്കെ നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് കൊടുത്തുല്ലോ, അതുപോലെ വല്ലാതെ പ്രസ് ചെയ്യരുത്. ജസ്റ്റ് അതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക, തുമ്പുകൾ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അതിന് ശേഷം നമ്മളിത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് പോലെ വരും. എന്നിട്ട് അതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സ്റ്റെമ്മിൻ്റെ പോലെ തന്നെ നമുക്ക് റൗണ്ടിൽ കിട്ടും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ആദ്യമൊക്കെ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് എളുപ്പം ഇതായിരിക്കും, കാരണം പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് സ്റ്റെമ്മ് മേക്ക് ചെയ്ത് കിട്ടുമല്ലോ. ഞാനത് 2 രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ B7000 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ 1.5 അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മുടെ B7000 ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒട്ടിയൊക്കെ കിട്ടും, പക്ഷേ ടൈം എടുക്കും, നല്ലപോലെ ടൈം എടുക്കും. നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലൂ ഗൺ തന്നെ വെച്ച് യൂസ് ചെയ്യുക നല്ലത്. പെട്ടെന്ന് ഒട്ടി കിട്ടാനും നമുക്ക് എളുപ്പമാണ്. നമുക്കുണ്ടോ ഇതിങ്ങനെ പിടിക്കണം. നമ്മൾ ഒരു സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അവിടെ അതുപോലെ അടർന്ന് വരും. 2-3 സെക്കൻഡ് നമ്മളിതുപോലെ പിടിച്ച് നിൽക്കുക. അപ്പോൾ പിന്നെ അതങ്ങനെ ഒട്ടി കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെമ്മ് ചെയ്തെടുക്കാനും നല്ല രീതിയിൽ സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ 3 രീതിയിൽ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പീസിന് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വലിയ പീസിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് പോവാം കേട്ടോ. കുറച്ച് പോർഷനിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമുക്കതിനെ പ്രസ് ചെയ്ത് പോവാം. ഗ്ലൂ ഗണ്ണിൻ്റെ ലാസ്റ്റ് ആ ഒരു ഗ്ലൂ സ്റ്റിക്കിൻ്റെ ലാസ്റ്റ് ഭാഗമായതുകൊണ്ട് ഗ്ലൂ വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ്, അല്ലാതെ അത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആ ഗ്ലൂ കഴിഞ്ഞ് അടുത്ത പീസ് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ അത് ഇത്തിരി സമയം എടുക്കും അതൊന്ന് റെഡി ആയിട്ട് സെറ്റായിട്ട് വരാൻ. അപ്പോൾ അതേ നമ്മൾ കുറേശ്ശെ ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. കാരണം ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ വേഗം ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്യാപ്പൊന്നും വിട്ട് നിൽക്കാത്ത രീതിയിൽ എല്ലായിടത്തും ഇതുപോലെ ഗ്ലൂ തേച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കും. ഇതും നമുക്ക് ചതുരൻ രീതിയിലാണ് കിട്ടുക കേട്ടോ സ്റ്റെമ്മ്. ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. പീസ് കട്ട് ചെയ്തെടുക്കാതെ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ നമുക്കൊരു സ്റ്റെമ്മ് വേഗം ചെയ്ത് വെക്കാം. ഒറ്റ ഷീറ്റുകൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എളുപ്പം സമയം ലാഭിക്കാൻ പറ്റുന്നതും ഈ ഒരു മെത്തേഡാണ് കേട്ടോ.
നമ്മൾക്ക് ആവശ്യത്തിന് മാത്രം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് വെച്ചൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ആ ഒരു ലോങ് പീസിന് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ B7000 വെച്ച് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു പീസിൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. B7000 അങ്ങനെയല്ല, കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ അത് വീണ്ടും അത് അകന്ന് പോരും ഉണങ്ങിയിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ഇതുപോലെ നമുക്ക് 2 സെൻറ്റിമീറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ കുറേ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ മേക്ക് ചെയ്യാൻ ഇതിരുന്നാൽ അത് വേഗം അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലവർ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്റ്റെം ഒട്ടിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റെം ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ എങ്ങനെയാണ് B7000 നമ്മൾ ഒട്ടിച്ചത് കണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ടു പോരുന്നത്. അത് ആ ഒരു ഉണങ്ങുന്ന ടൈം വരെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ അതിങ്ങനെ വിട്ടു പോരും. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അത് അത്രയധികം ടൈം പിടിച്ചില്ല കേട്ടോ, അതാണ് വിട്ടു പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഗ്ലൂ ഗൺ നമ്മൾ ഒരുപാട് നേരം ഷീറ്റിൽ പിടിച്ച് നിന്നാൽ വരുന്നൊരു ഡാമേജ് ഇങ്ങനെയാണ് വരിക കണ്ടോ. ഇതിങ്ങനെ വലിഞ്ഞു പോവും, നല്ലൊരു ഭംഗിയില്ലാതെ വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗ്ലൂ ഗൺ ചൂടായിട്ട് നിൽക്കുന്നത് അതിലിങ്ങനെ പ്രസ്സാക്കി കൊടുക്കാനോ ഒന്നും ചെയ്യരുത് കേട്ടോ. ആ ഷീറ്റ് നമുക്ക് ഡാമേജ് ആയി പോകും. ഇനി നിങ്ങൾക്ക് B7000 വെച്ച് നമ്മൾ ഈ ഒരു ഫുൾ ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അത് സെയിം നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് ഗ്ലൂ കൂടുതൽ സെൻട്രലായിട്ടും അതുപോലെ 2 സൈഡിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ട് ഒരുപാട് ഗ്ലൂ ആവരുത്, അതിങ്ങനെ പുറത്തേക്ക് തള്ളി വരും, അത് പാടില്ല. അതിങ്ങനെ തന്നെ പരത്തി പോവുക. അങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടോ പ്രസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ ടൈം എടുക്കും. ഒരു 10-20 സെക്കൻഡ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബഡ്സ് മേക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം ജാസ്മിൻ ഫ്ലവറിൻ്റെ ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ബഡ്സിൻ്റെ 2-3 രീതിയിൽ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ. അപ്പോൾ മേക്കിംഗ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടുത്ത ദിവസം ജാസ്മിൻ ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.